Satre is one of the most famous എന്താ ഇത് ശ്രീമത ഇങ്ങനെയാണോ കോളേജിൽ വരുന്നത്? സോറി സർ, 10 മിനിറ്റ് ലേറ്റ് ആയി. ട്രാഫിക് ബ്ലോക്ക്. അതല്ല ചോദിച്ചത്. ഈ വേഷം ചട്ടേമുണ്ടും. അയ്യോ സാറിന് ഇഷ്ടായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? ചിരിക്കണമെന്നില്ല, എല്ലാവർക്കും ഇഷ്ടായി. എന്താ അവിടെ? Go to the class. എന്താ സർ, എന്താ പ്രശ്നം? ഈ കുട്ടി ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കോളേജിന്റെ അന്തസ്സിന് ചേർന്ന ഒരു വേഷം ഇട്ടുകൊണ്ട് വന്നപ്പോ സാറിന് അത് ഇഷ്ടായില്ല. മദർന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഗാർഡിയനെ വിളിച്ചോണ്ട് വരാതെ ഈ കോമ്പണ്ടി പോലും കണ്ടുപോകരുത്. ഹായ് പ്രിയ. ഹായ്. വാ ഇറങ്ങ്. ഇറങ്ങണോ? പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഡീൽ ചെയ്യല്ലോ. ധൈര്യത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡാഡി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? പിന്നെ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ? അതെ അതെ. എന്നാലും ഡാഡിയും മോളോട്ട് തോന്നും. ഏയ് ഒരിക്കലും ഇല്ല. നല്ല സുന്ദരനല്ലേ? അതെ. ഡാഡിയുടെ പേരെന്താ പറഞ്ഞ? വാസുദേവൻ. അവസാനം വല്ല പിള്ള എന്നാരോ എന്തെങ്കിലും ചേർക്കും? ഇല്ല. അപ്പോ MT വാസുദേവൻ. MT ഇല്ല, വെറും വാസുദേവൻ. ഓ വെറും വാസുദേവൻ. ഓക്കെ ഓക്കെ. വെറും വാസുദേവൻ. എന്താ ഇത് കേക്ക്, ഇത് ലഡു. അല്ല ഇത് ജിലേബി, ഇത് ലഡു. അതൊക്കെ എനിക്കറിയാം. എന്തിനാ ഇതൊക്കെ? തിന്നാൻ. മദർ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ചുമ്മാ തിന്നാനായിട്ടേ. എനിക്കിതൊക്കെ വാങ്ങിത്തരാൻ നിങ്ങൾ ആരാ? ഞാൻ യൂനിസേ വാസുദേവനെ. യൂനസ് വാസുദേവനോ? അല്ല പ്രിയംവദയുടെ. ഓ പ്രിയംവദയുടെ ഡാഡിയാണല്ലേ? നിങ്ങൾ എന്റെ കൈ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ എന്താ ആ കുട്ടി അഴിച്ചുവിട്ടിരിക്കുകയാണോ? എന്തൊക്കെ തോന്നിവാസങ്ങൾ ആ കുട്ടി കാട്ടിക്കൂട്ടുന്നറിയോ? സമയത്തിന് ക്ലാസ് വരില്ല, വന്നാ തന്നെ ക്ലാസ് കട്ട് ചെയ്ത് ഇരിക്കണോ? ഉഴപ്പി നടക്കാണ്. എന്തൊക്കെ വേഷം കെട്ടിയ കോളേജ് വരുന്നെന്നറിയോ? അയ്യോ മദർ ക്ഷമിക്കണം. ക്ഷമ എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല. വേണ്ട, അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ സുഖം? പ്രാന്തോ? അതെ അതെ, അവളൊരു മെന്റൽ പേഷ്യന്റാ. ഓ ജീസസ്. അതെ മദർ, അവളുടെ മനസ്സൊട്ടും വിഷമിപ്പിക്കരുതെന്ന സൈക്കാട്രിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. വിഷമിപ്പിച്ചാൽ അവളൊരു ഭ്രാന്തിയായി മാറും. നിങ്ങൾ കരയാതിരിക്കൂ. എന്തുകൊണ്ട് എന്നോട് ഇത് നേരത്തെ പറഞ്ഞില്ല? അത് പുറത്ത് പറയാമോ? അവളൊരു പെൺകുട്ടിയല്ലേ, അവളുടെ ഭാവി ഈശ്വര. സാരമില്ല, ഞാനിത് ആരോടും പറയില്ല. അവളുടെ ഇഷ്ടം പോലെ നടന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു മദർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ മിസ്റ്റർ വാസുദേവൻ. വെറും വാസുദേവൻ. പറ, എന്താ പറഞ്ഞേ? എന്ത് പറയാൻ? സംഗതി ക്ലീൻ. ശരിക്കും പറ. എന്നെ കണ്ടപ്പോ തന്നെ ഒന്ന് ഭയന്നു. മേലിൽ പ്രിയക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു. പോരെ? എന്താ എന്നെ അഡ്രസ് ചെയ്തെന്നറിയോ? എന്താ? യങ് മാൻ. ഡാഡി, ഞങ്ങൾക്ക് പ്രിയയുടെ ഫ്രണ്ട്സ്. ഏത് ഡാഡി? ആരുടെ ഡാഡി? പൊടി. എന്ത് മനുഷ്യനാ? ഇവളുമാർക്കത് കണ്ണു കണ്ടൂടെ? ഡാഡിന്ന് പോയി തന്റെ പോയി വിളിക്കട്ടെ. ഡാഡിന്ന് പകര് പോ. അയ്യോ സോറി, ഞങ്ങൾക്ക് ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് മീറ്റിംഗ്? ഞങ്ങളുടെ കോളേജ് ഡേക്ക് ഞങ്ങള് ഫസ്റ്റ് BA എക്കണോമിക്സ് ഒരു ഫാഷൻ ഷോ ചെയ്യണ്ടേ, അതിന്റെ ഒരു ആലോചന. കഷ്ടമുണ്ട് കേട്ടോ പ്രിയ. ഇന്നൊരു നൂൺ ഷോക്ക് പോണെന്ന് ആശ, ഇന്നും പറ്റില്ല. അടുത്ത ആഴ്ച ഉണ്ടല്ലോ ന്യൂൺ ഷോ. അപ്പൊ ലവ് സ്റ്റോറി തീർന്നു പോവില്ലേ? ഹലോ, ഒന്ന് വന്നേ. ഞാൻ നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ. ആരാ അത്? ഇയാളാണോ അയാള്? ആ മക്കളെ വളർത്തുമ്പോ ഇത്തിരി അച്ചടക്കത്തോടെ വളർത്തണം, പ്രത്യേകിച്ച് പെൺമക്കളെ. അല്ലെങ്കിൽ കെട്ടിക്കൊണ്ട് പോണവര് അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റും. ആരാ? എന്റെ തന്തയുടെ മോളുടെ. ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പ്രശ്നം ഉണ്ടാക്കരുത്. അതൊന്നും മോളെ ഉപദേശിക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. എന്നപ്പോ ഓക്കെ ഓക്കെ ഓക്കെ. ഏതാവൻ? ഇവനാ ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആലുക്ക. മാമുക്കേ? മാമുക്കയല്ല, ആലൂക്ക. ആലുക്ക ജ്വല്ലറി ഇവന്റെ എന്നാ ഭാവം. എന്നാ അവരുമായിട്ടൊരു ബന്ധവും ഇല്ല. ഞാൻ അറിയാത്ത ആലൂക്കേത്? എന്താ അവന്റെ അപ്പന്റെ പേര്? ജോസഫ് എന്നായിരിക്കും. സാജൻ ജോസഫ് ആലുക്കാണ് അവന്റെ പേര്. ജോസഫോ? ഇലക്ട്രിക് ജോസഫ് ആണോ? ഇലക്ട്രിക് ജോസഫോ? ആലൂക്കാസ് ഇലക്ട്രിക്കൽസ് നടത്തിയിരുന്ന ജോസഫ് ആലുക്ക ഉണ്ടായിരുന്നു. ബഡാ പാർട്ടി ആയിരുന്നു.
ഇപ്പൊ പൊളിഞ്ഞ് പാപ്പരായിരിക്കാണ്. കുതിരപ്പന്തയത്തിൽ കമ്പം കയറി തുളഞ്ഞതാ. എന്താ സഖാവേ, വഴിതടയൽ സമരമാണോ? കുട്ടിയുടെ വഴി നേർവഴിയാണ്, അത് തടയേണ്ട വഴിയാണ്. എനിക്ക് വളഞ്ഞ വഴിയാണ് ഇഷ്ടമെങ്കിലോ? വായിക്കോ, പക്ഷെ അത് മറ്റുള്ളവരുടെ നെഞ്ചത്തൂടെ ആവരുത് ആ വഴി. വീട്ടിൽ ധാരാളം പൂത്ത കാശുണ്ടാവും, ആ അഹങ്കാരം എന്റെ അടുത്ത് വേണ്ട. ഓ, നിങ്ങളല്ലേ വലിയ ആലൂക്കാസ്. ഞാൻ ആലോചിക്കായതുകൊണ്ടല്ല, പണം എന്താണെന്നറിയാം, അത് വരും പോകും. 4 അക്ഷരം പഠിച്ചാ അത് എന്നേക്കും ഉണ്ടാവും. ഓ, ഫിലോസഫി. ഓ, ചേട്ടൻ എം എ ഫിലോസഫി ആണല്ലോ. ഞാൻ വെറും BA എക്കണോമിക്സ്. അതുകൊണ്ട് മണി പറല് വിശ്വാസമുണ്ട്. പിന്നെ പഠിച്ചു നന്നാവണമെന്ന് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. സന്തോഷം. പക്ഷേ മേലിൽ ഈ മണി പവറിന്റെ ജാട എന്നോട് വേണ്ട, മനസ്സിലായോ? ചേട്ടാ, ഞാൻ എന്താ ഇത്ര വലിയ തെറ്റിയത്? ആ പെങ്കൊച്ചിന് ചേട്ടനോട് ഒരു പ്രേമം, അവളത് എക്സ്പ്രസ് ചെയ്തിട്ട് ചേട്ടൻ അത് മനസ്സിലാവണമില്ല. അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി, അത്രയല്ലേ ഉള്ളൂ. അതെ, എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാൻ ആളുണ്ട്. ഞാൻ ഈ കോളേജിൽ വരണത് പഠിക്കാനാണ്. പഠിച്ച് നന്നാവുന്ന നല്ല എക്സ്പെക്ടേഷനും ഉണ്ട്. അതുകൊണ്ട് പ്ലീസ് എന്നെ വിട്ടേക്ക്. ചേട്ടാ, പ്രേമം ഒരു കുറ്റമാണോ ചേട്ടാ? ഒരിക്കലുമല്ല. ഗോഡ് ഈസ് ലവ്. കറക്റ്റ്. കളക്ടർ പുറപ്പെട്ടിട്ടുണ്ട്. എന്നാ അയാളെ നോക്കി ഞാൻ ഇവിടെ കാത്തിരിക്കാം. ഇത്തരം താപ്പാനുള്ള കുറെ കണ്ടിട്ടുണ്ട് ഞാൻ. കാലം കുറെ ആയി കുപ്പായിടാൻ തുടങ്ങിയിട്ട്. സാറേ, ആ, ഒരു മെമ്മറാണ്ടം കൊടുക്ക നോക്കാം. ശരി സാർ. കളക്ടർ എത്തി സാർ. ആ, നമുക്ക് പോവാം. ഞാൻ എത്തി സാർ. സോറി സാർ, ഒരു 5 മിനിറ്റ് സാർ. കുളിയായിരുന്നു ഞാൻ. ഫയല് രാത്രി അല്ല. ചൂടിലാണോ അദ്ദേഹം? ഇത്തിരി ചൂടില്ല. ഗസ്റ്റ് ഹൗസിൽ പവറില്ലല്ലോ. ഉടനെ കളക്ടറെ കാണണമെന്ന് പറഞ്ഞു. കാശ് അടയ്ക്കാത്തതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഫീസ് വരും. അതിന് ഞാനെന്താ ചെയ്യാ? ഖജനാവ് കാലിയാക്കിയത് ഞാനാണോ? ഞാൻ വരട്ടെ സാർ. ആയിക്കോട്ടെ സാർ. സോറി സാർ. ഇടിയൻ, താൻ ആരാ? കണ്ടപ്പോ മുതൽ തുടങ്ങിയതാണല്ലോ ഗുഡ് മോർണിംഗ് നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട്. രാവിലെ തന്റെ മുഖം ശകനം കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഒക്കെ കൊളാവുന്നു. അല്ല, എന്തു പറ്റി സാർ? കുന്തം, താൻ ആരടോ? തനിക്ക് എന്താ വേണ്ടത്? താൻ എന്തിനാ എന്നെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണത്? സോറി, എനിക്ക് സാറിന്റെ അനുഗ്രഹം വേണം. അനുഗ്രഹിക്കാൻ ഞാൻ ആരാ? ദൈവോ അതോ വല്ല സൈന്റോ? മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. സാറിന്റെ ഗുരുവാണ്. ഗുരു? സോറി, ടെൻഷൻ കൊണ്ട് ഐ ഫോർഗോട്ട് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം സാജൻ ജോസഫ് ആലുക്ക. സാജൻ ജോസഫ് ആലുക്ക? യെസ് സർ. കണ്ട പറയില്ല കേട്ടോ. സാറിന്റെ കീഴിലാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടു, പോസ്റ്റിംഗ് ഓർഡർ ഞാൻ കണ്ടു. താൻ ആളൊരു വേന്ദ്രനാ. എന്താ സർ? ഒന്നുമില്ല, ഇത്ര ചെറുപ്പത്തില് IAS അടിച്ചെടുത്ത് പറഞ്ഞല്ലോ. എനിക്കാണെങ്കിൽ കഴിഞ്ഞ കൊല്ല ഈ IAS എന്ന 3 അക്ഷരം ഒന്ന് ചേർത്ത് കിട്ടിയത്. മിടുക്കൻ, വീട്ടുമിടുക്കൻ. അതൊക്കെ ഒരു ഭാഗ്യ. കറക്റ്റ്, യു ആർ ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ഈ IAS IPS ഒക്കെ ഒരു ഭാഗ്യ. പിന്നെ പിടിപാട്. താൻ ആലുക്കയല്ലേ, പിന്നെ പിടിപാടിനാണോ പ്രശ്നം? സ്വർണ്ണ ഗനിയല്ലേ? ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. ഇരിക്കൂ. ഇത്ര ചെറുപ്പത്തിലെ അസിസ്റ്റന്റ് കളക്ടർ. അപ്പോ എന്റെയൊക്കെ പ്രായമാകുമ്പോ താൻ എവിടെ ഇരിക്കുന്ന വിചാരിച്ചേ? ഞാൻ വെറും ഒരു തഹസിൽദാരായിട്ട് തുടങ്ങിയതാ. അതുകൊണ്ട് ഒരു ഗുണുണ്ട്, ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ടി വന്നിട്ടില്ല. പഞ്ചായത്ത് ഭരണം, താലൂക്ക് ഭരണം, ജില്ലാ ഭരണം, ഇങ്ങനെ എല്ലാ ഭരണം കൂടി അങ്ങോട്ട് അരച്ച് കലക്കി കുടിച്ചിരിക്കുക. സാറിന്റെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ ഭാഗ്യ. പക്ഷെ ഒരു കാര്യണ്ട്, മൂക്കോണ്ട് അങ്ങോട്ട് വരപ്പിക്കും ഞാൻ. ചേച്ചി, പുതിയ അസിസ്റ്റന്റ് കളക്ടറെ കണ്ടോ? ഇല്ല. അയ്യോ, ഒരു കൊച്ചു പയ്യൻ, കാണാൻ നല്ല രസമുണ്ട്. പാവന്നേ, കണ്ടൊരു കോളേജ് കുട്ടിയെന്ന് തോന്നുന്നു. എന്താ ശ്രീദേവി, നീ കയറി കൊളുത്തിയോ? ഓ സാറേ, നമ്മുടെ അസിസ്റ്റന്റ് കളക്ടർക്ക് ഒരു ക്ലാർക്കിനെ കൊടുക്കണമെന്ന് ഇന്ന് കാലത്ത് കളക്ടർ വിളിച്ചു പറഞ്ഞിരുന്നു. നമ്മുടെ ദേവിയുടെ പേര് കൊടുത്താലോ ഗീതേ? അയ്യോ വേണ്ട സാറേ, അതൊക്കെ പുലിവാലാവും. എന്ത് പുലിവാല? ഞാൻ അത്ര കാര്യമൊന്നുമല്ല. ദേവി, അത് ബുക്കിട് കേസാ. കല്യാണം നിശ്ചയിച്ച് മനസമ്മതം കഴിഞ്ഞിരിക്കുന്ന പുള്ളിയാ. അത് വലിയ കോടീശ്വരന്മാര് ചാലിശ്ശേരി ലോനപ്പം മുതലാളിന്ന് കേട്ടിട്ടുണ്ട്. തൃശ്ശൂര് മൂപ്പര ഒരേ ഒരു മോള. അതിന്റെ ഇടയിൽ അങ്ങനെ കേറി വീണ കൊന്നാ കളയവര്. എന്നാലും പ്രിയ എന്നെ ചതിച്ചില്ലേ? ചതിയോ?
നൂൺ ഷോക്ക് വരാന്ന് പറഞ്ഞെന്നെ വെറും വാസുദേവനാക്കിയിട്ട് ഒറ്റ പടത്തിന് വന്നോ? അത് ഒഴിവ് കിട്ടാഞ്ഞിട്ടല്ലേ? നോണ. എന്നിട്ടോ 4 വീട്ടിൽ ജോലി ചെയ്യുന്നത്? അത് കാശിന് അത്യാവശ്യമുള്ളണ്ടല്ലേ? കാശ് മാത്രം മതിയോ? സ്നേഹം വേണ്ടേ? പ്രിയ ക്ഷീണിച്ചു. എനിക്ക് സങ്കട പ്രിയ ക്ഷീണിക്കുന്നത്. സെക്സ് അപ്പീല് പോവും. ഷക്കീലൊക്കെ എന്താന്നറിയോ സെക്സ് അപ്പീല്? ഓ ചിരിച്ച്. ഈ ചിരിയ മനുഷ്യനെ കൊല്ലുന്നത്. ഞാൻ പ്രിയ ഒന്ന് പേടിപ്പിക്കട്ടെ. പേടിപ്പിക്കേ? ആ പേടിച്ചോ? ഇല്ല. റാബി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല. ഇപ്പൊ പേടിച്ചില്ലേ? ഒട്ടും പേടിച്ചില്ല. എന്നാ ഞാൻ ശരിക്കും പേടിപ്പിക്കാൻ പോവാ. ജിം ജിം ജിം. ഈ മോന്തൻ അടിച്ച് വാരും, എന്നിട്ട് സ്ത്രീപീഡനത്തിന് കേസ് കൊടുക്കും. അഴിയണ്ണു അഴി. അത് ഞാൻ പീഡിപ്പിച്ചില്ലല്ലോ, പേടിപ്പിച്ചല്ലേ ഉള്ളൂ. ഇപ്പൊ പേടിച്ചില്ലേ? ഓ. എന്നാ പോയ വാതിൽ ഓർക്ക്. നൂൺഷോ എന്താന്ന് ചവിട്ടും കുത്തി ചെയ്യണ്ടല്ലോ. തന്റെ സ്കൂട്ടർ ചത്തോ? ഈ കുന്ന സ്റ്റാർട്ട് ആവണില്ല. എന്ത് പറ്റി? ഫോണിന്റെ കളടോ. എന്നിട്ട് ഇതുപോലെ വല്ല നല്ല സ്റ്റൈലാ ബൈക്ക് വാങ്ങ്. അല്ല താൻ പഠിപ്പ് നിർത്തി കേട്ടല്ലോ. നിർത്തിയില്ലല്ലോ. പിന്നെ പഠിപ്പ് അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഒന്നുമല്ല. ഈ വർഷം തൽക്കാലത്തേക്ക് പോണ്ടെന്ന് വെച്ചു. 9 വീടുകളിൽ പോണം. സമയം കിട്ടില്ല അച്ചോ. ഭയങ്കര ക്ഷീണം. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പള്ളിയിൽ പോയോണ്ടോ കുരിശുമാലയിട്ടുണ്ടോ ആയില്ല. താൻ ശരിക്കും ക്രിസ്തുവിന്റെ വഴിയില്ല. അവൻ എന്ന് വരും? ആര് ക്രിസ്തു? ഇനി അന്തിക്രിസ്തു വരുമെന്നല്ലേ അച്ചോ? അതെ അതെ, എന്റെ അടുത്ത് വേഷം കണ്ടെടുക്കല്ലേ. വലിയ ഭാവാവിനെയൊന്നും കാഴ്ച വെക്കണ്ട. എല്ലാം ഞാൻ അറിയണ്ട്. ആലുക്ക മിടുക്കനാ. അവൻ അന്തിക്രിസ്തു അല്ല, സാക്ഷാൽ ദൈവപുത്രനെ പോലെ വരും. അതോടെ നിന്റെ എല്ലാ സങ്കടങ്ങളും തീരൂട്ടാ. പോട്ടെ. മഹാകവി കുമാരനാശാന്റെ കവിതകളുടെ ദാർശനിക സ്വഭാവത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വീണപൂ. വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ വീണപൂവേ. ആ മറിയക്കുട്ടി എന്താ വീണപൂ പോലെ കിടക്കുന്നേ? അവൾ ചിന്താവിഷ്ടയ സീതയാണോ അച്ചോ? ചിന്താവിഷ്ടയായ ശ്യാമളെ ഒന്ന് എഴുന്നേറ്റിരിക്കൂ. എന്റെ ശ്രീനിവാസൻ നിന്നെ തേടി വരും. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും ശ്രീനി. ശീലയുടെ മനസ്സിനുള്ളിൽ കുടിയിരിക്കും ശ്രീനി. അയ്യപ്പ ശ്രീനി, അയ്യപ്പ ശ്രീനി, അയ്യപ്പ ശ്രീനി. സൈലൻസ്. എന്താ ഇത്? ക്ലാസ് റൂമോ അതോ കള്ള് ഷാപ്പോ? അതെ അതെ, ക്ലാസ് റൂമോ അതോ കള്ള് ഷാപ്പോ? പേരെവിടെ? ക്ലാസ് ഒന്നും എടുക്കണ്ടേ? വീണ പൂവേ കുമാരന. സിനിമ പാട്ട് പഠിപ്പിക്കുന്നോ അതോ കവിത പഠിപ്പിക്കുന്നോ? അത് ഈ സിനിമ പാട്ടാണല്ലോ കവിത, കവിതയാണല്ലോ സിനിമ പാട്ട്. ഞാൻ ഇത് പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ടീച്ചറെ ടീച്ചറെ. അച്ചോ പ്രശ്നം ഗുരുതരാവോ? സന്മനസ്സുള്ളവർക്ക് സമാധാനം. അച്ചോ മലയാള കവിതയ്ക്ക് എന്താ പ്രശ്നം? മലയാള കവിതയുടെ പ്രശ്നം തിരിപ്പൊടി കഴിഞ്ഞു കൊടുത്താൽ മതി. മലയാള കവിതയുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാൻ മലയാളമല്ലേ, ഹിന്ദിയിൽ എന്താ മറ്റേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. അങ്ങനെ ആവട്ടെ. ക്ലാസ്സിൽ ഗാനമേള നടത്തരുതെന്ന് ഞാൻ പലവട്ടം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കണ്ടേ? അവിടൊക്കെ എന്ത് സൈലന്റ് ആയിട്ടാ ക്ലാസ് നടക്കുന്നത്? സൈലന്റ് ആവൂലോ, കാരണം അവിടെയൊക്കെ എല്ലാവരും ഉറങ്ങിയല്ലേ. ഞാൻ ചില പാട്ടൊക്കെ പാടണതേ കുട്ടികളൊക്കെ ഒന്ന് ഉഷാറാവാനാ. അതിന് ചില തമാശയൊക്കെ ഉണ്ടാക്കും. അതിന് സിനിമ പാട്ടാണോ പാടുന്നത്? സിനിമാ പാട്ടിന് എന്താ കുഴപ്പം? നമുക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചീത്തയാന്ന് പറയരുത്. ലോകത്തിലെ ഏറ്റവും നല്ല മലയാള ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് സിനിമേന്നാ. അവ എഴുതിയത് വയലാർ രാമവർമ്മയും പി ഭാസ്കരനും ഒക്കെയാ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായുള്ളോരേ കർത്താവേശുനാഥ. എന്നാ ഇതുപോലുള്ള നല്ല നല്ല ഭക്തിഗാനങ്ങളൊക്കെ പാടിക്കൊടുത്തൂടെ അച്ചോ? പാടിക്കൊടുക്കണ്ടല്ലോ. ഇത് തന്നെയാണോ സഖാവിന്റെ പണി? എന്ത്? ഈ വഴിതടയില് ഇത് തന്നെയാണോ സഖാവിന്റെയും പണി? എന്ത്? എന്റെ പുറകെ നടന്ന് കാശ് കൊടുക്കല്. എന്നാ ഒരു നീണ്ട ലിസ്റ്റ് അങ്ങോട്ട് തരാൻ കൊടുക്കോ? എന്റെ ചങ്ങാതി, ഇതൊക്കെയല്ലേ മനുഷ്യന്മാര് തമ്മിലുള്ള ഒരു ജീവിതം. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നല്ലേ നിങ്ങളുടെ ബൈബിൾ വരെ പറഞ്ഞിട്ടുള്ളത്? അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്നും ബൈബിളിലുണ്ട്. ഇയാളെന്നെ ബൈബിളൊന്നും പഠിപ്പിക്കണ്ട. ഇങ്ങനത്തെ ഔദാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇൻസൾട്ട് ആണ്. ഇതൊരു തരം മിഥ്യാഭിമാന. സഖാവിന്റെ ഫാദർ ഹോസ്പിറ്റലാന്ന് അറിഞ്ഞപ്പോ ഞാൻ വന്നത് ഹോസ്പിറ്റൽ ബില്ല് തരാനൊന്നും അല്ല, ഒരു മര്യാദ. വന്നപ്പോ അവിടുത്തെ സാഹചര്യം എനിക്ക് മനസ്സിലായി. എന്റെ കുറച്ച് കാശും ഉണ്ടായിരുന്നു. ബില്ല് അടക്കട്ടെ ചോദിച്ചപ്പോ ആരും വേണ്ട അതും പറഞ്ഞില്ല. സഖാവിന് അത് ഇൻസൾട്ട് ആയെങ്കിൽ സോറി.
എന്റെ കാശിപ്പേക്ക് തിരിച്ചു തന്നേക്കാം. ഇപ്പൊ കയ്യിലില്ലെങ്കിൽ വൈകിട്ട് കോളേജ് കഴിഞ്ഞാൽ വീട്ടിൽ വരാം, അപ്പൊ തന്നാ മതി. ഇന്നോ? ഇന്ന്. ഇന്നിപ്പോ പെട്ടെന്ന് എന്റെ അടുത്ത് തരാൻ പറഞ്ഞാ എനിക്ക് പിന്നെ എപ്പ തരും? ഒരാഴ്ചക്കുള്ളിൽ തരാം. അപ്പൊ ഒരാഴ്ച വരെ എന്റെ പണം സഖാവിന് വേണം അല്ലേ? ഒരാഴ്ച കഴിഞ്ഞ് തരാൻ പറ്റിയില്ലെങ്കിലോ? തരും, തന്നിരിക്കും. എവിടുന്ന്? സഖാവിന്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാം. അമ്മാമ്മ എന്നോട് എല്ലാം പറഞ്ഞു. എന്തിനാ സഖാവ് ഇത്ര വലിയ ടെൻഷൻ? സഖാവ് തന്നെയല്ലേ പറഞ്ഞേ, പണം വരും പോകും, 4 അക്ഷരം പഠിച്ച അതേ ഉണ്ടാവുന്നു. പരീക്ഷ വരണേ 4 അക്ഷരം പോയി പഠിക്ക്. IAS എടുത്ത് വലിയ കളക്ടർ ആവുന്ന അമ്മാമ്മയ്ക്ക് വാക്കുകൊടുത്ത ആളല്ലേ? അതുകൊണ്ട് എന്റെ കാശ് സാവകാശം തന്നാ മതി മാഷേ, അതും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. ഓക്കെ? അങ്ങനെ സംയുക്താവർമ്മയുടെ കല്യാണവും കഴിഞ്ഞു. പിന്നെ എങ്ങനെയാ മലയാള സിനിമയുടെ പ്രതിസന്ധി തീരുക? അതിനി അച്ഛ സിനിമയിൽ കയറണം. കൊള്ളാം. നിങ്ങൾ ഇതുവരെ കഴിച്ചു തീർന്നില്ലേ? അച്ഛ മണിക്കൂർ 1 ആയാലോ തുടങ്ങിയിട്ട് തീർന്നില്ലേ? കഴിഞ്ഞു കഴിഞ്ഞു ഇനി രാഷ്ട്രദീപിക സിനിമയുടെ ബാക്കി. വെള്ളി നക്ഷത്രം തീർന്നോ? അത് രാവിലെ വെറും വയറ്റിലേ കഴിച്ചില്ലേ? അല്ലേ വെച്ചോ? കുട്ടി കൊത്തല്ലേ കൊത്തല്ലേ. പ്രിൻസിപ്പൾ പറയുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛനായാലും കൊള്ളാം, പിള്ളേരായാലും കൊള്ളാം. 8:30 ഒരു സമയം ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കും. പറഞ്ഞേക്കാം. ഈ ടീച്ചറിന് എന്താ? അതെ പാവം, കല്യാണം കഴിക്കാത്തന്റെ സൂക്കടാ. അത് അച്ഛനേനറിയാം. അത് ഭാരതമെന്നാൽ പാരിൻ നടുവിൽ നിത്യവിശുദ്ധയം കന്യമറിയമേ. കാറ്റത്തെത്തും വെള്ളം മഴവെള്ളം മഴവെള്ളം, മുറ്റം മുക്കും വെള്ളം മഴവെള്ളം മഴവെള്ളം, ഞാനുണ്ടാക്കും വെള്ളം കരിവെള്ളം കരിവെള്ളം, താനേ തുള്ളിടും. Ladies and gentlemen, this is an important announcement. നാക്കുവടിക്കാത്ത സുഹൃത്തുക്കൾ നാളെ മുതൽ നാക്കുവടിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പ്രിയമത എന്ന ഈ മനോഹരമായ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയാതെ വരും. This is an important announcement. This is to warn you that an extremely dangerous situation is building up in this bus. ഈ ബസ്സിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബ് ഇരിക്കുന്നുണ്ട്. Yes. It can be destructive like an atom bomb, but creative. It's a love bomb. പ്രണയാഗ്നിയിൽ കത്തുന്ന ഒരു പാവം മാനവ ഹൃദയമാണത്. പരമശിവന്റെ പിന്നാലെ പാർവതി എന്ന പോലെ, ശ്രീരാമന്റെ പിന്നാലെ ശൂർപ്പണഖ എന്ന പോലെ അവളവന്റെ പിന്നാലെ അലയുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ പാവം, എവിടെ എന്റെ പാർവതി, എവിടെ എന്റെ ശൂർപ്പണഖ? സോറി, ഞാനാ ശൂർപ്പണഖ. ഐ ലവ് യു. ഞാനാണ് റിയൽ മിസ്റ്റർ ശ്രീരാമൻ. ആ ശൂർപ്പണഖയുടെ പേരെന്താണ്? പറയൂ പ്രിയമ്പടേ. പേര് പറയില്ല, ക്ലൂ പറയാം. ഷീപ്പിലുണ്ട്, ഷിപ്പിലില്ല. ഫോടായിലുണ്ട്, വാടായിലില്ല. നമ്മുടെ ശ്രീരാമൻ എന്ന് ചമ്മിത്തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആരാന്നങ്ങനെ പറയില്ല, വേണമെന്നുണ്ടേ ക്ലൂ പറയാം. അവൻ നമ്മുടെ പഴയ പ്രേമസീറിനെ പോലെ പച്ചച്ചിരിച്ചിരിക്കുന്നവനാണ്. പടച്ചാക്കാണ്, സ്വർണ്ണ ഖനിയുള്ളവനാണ്. ഗൾഫിലും കേരളത്തിലും യൂറോപ്പിലും സ്വർണ്ണാഭരണങ്ങളുടെ കലവറയൊരുക്കുന്ന ആരെ കുറിച്ച് എന്റെ അനാവശ്യം പറയാന്നാണോ? ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. നിർത്ത്. എല്ലാവരും പോയി അവരവരുടെ സീറ്റിലിരിക്കെ. പോ. ഇതൊക്കെ ഒരു നേരം പോക്കായിട്ട് എടുക്കണ്ട എന്റെ ആലുക്കാസെ. ഇതാണോ നേരം പോക്ക്? ആ കുട്ടി കുറെ നാളായി എന്നെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് ആലുക്കാസ്. സോറി. നീ പൊടി. നീ ആലുക്കാസെ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആ പ്രിൻസിപ്പലിനെ എന്നെ കണ്ട ചെകുത്താൻ കുരിശ് കണ്ട പോലെ. Take it easy. Take it easy, ഉർവശി.